ഹായ് ഹലോ അസ്സാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ ആയാലും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേ. പലരും വന്നിട്ട് പേഴ്സണൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ആരിഫാത്ത വീഡിയോ ഇടാത്തത്, എന്താപ്പാ വീഡിയോ ഒന്നും അധികം കാണില്ലല്ലേ, നാട്ടിലില്ലേ, എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട്. ഒന്നുമില്ല, നല്ല ബിസിയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നമ്മളതായിട്ടുള്ള കുറച്ച് ബിസികൾ, നമ്മളതായിട്ടുള്ള സ്വപ്നങ്ങൾ, അതിൻ്റെ ഇതിൽ അങ്ങനെ മുഴുകി എന്ന് പറയാം. ഇനിയും ബിസിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അൽഹംദുലില്ലാഹ് ആ ബിസി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വേറൊരു രീതിയിലേക്കും നമ്മളെ മനസ്സ് തിരിയില്ലല്ലോ. പിന്നെ വീഡിയോ എന്ന് പറയുമ്പം എല്ലാവർക്കും ഇഷ്ടം മറ്റുള്ളവരെ പച്ചറിച്ച് തിന്നലും അതുപോലെ മറ്റുള്ളവരെ കുറ്റം പറയലും അങ്ങനെയുള്ള ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോ വൈറലാവും. അത് എനിക്കും അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ഞാൻ അതിൽ അങ്ങോട്ട് ഇൻട്രസ്റ്റ് ആവുന്നില്ല. എനിക്ക് താല്പര്യം കുറഞ്ഞ് എന്താ വെച്ചാൽ പണ്ടേ ഇല്ലായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു ആവേശം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം എന്നുള്ള ഒരിതും. പക്ഷെ ഒരാളെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടുക, അയാളെ മരണം വരെ കിടക്കയിലേക്ക് വിടുക, അതുവരെ നമ്മൾ തന്നെ അയാളെ പച്ചറിച്ച് തിന്നുകൊണ്ടിരിക്കുക, ചോരയും കഫും തിന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഇതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അവരായി അവരെ പാടായി, ആവശ്യത്തിന് നമുക്ക് അവരെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള അർഹത ഉണ്ട്. പക്ഷെ ഒരു വ്യക്തിൻ്റെ ഇത്രയും വ്യക്തിഹത്യ ചെയ്യാനും അവരെ ഇതാക്കാനും വേണ്ടിയിട്ട് നമ്മളാരും അല്ല. കാരണം നമ്മളതായിട്ടുള്ള നമ്മളെ ഫാമിലിയും നോക്കാൻ കഴിയാത്ത ആൾക്കാരാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് തന്നെ, നമ്മളെ ജീവിതം തന്നെ, നമ്മളെ എന്താ പറയുക, ഫാമിലി തന്നെ നമുക്ക് ഒരുപാടുണ്ട് തിരുത്താനും തിരുത്തപ്പെടാനും അതുപോലെ പിന്നെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ഉള്ളത്. അപ്പം അതൊക്കെ അവിടെ കിടക്കുക. നമ്മൾ മറ്റുള്ളവരെ പിന്നാലെ ഒരുപാട് ഇങ്ങനെ നടക്കുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ മാത്രം നമ്മൾ പറയുന്നുള്ളൂ, അല്ലാത്ത നമ്മൾ പറയണില്ലല്ലോ. അപ്പം അല്ലാതെ തന്നെ നമ്മളെ തൊട്ടുഭാഗം, നമ്മളെ ചുറ്റുഭാഗം, നമ്മളെ ഫാമിലിയിലും നടക്കുന്നുണ്ട്. അതൊന്നും ആരുടെ അടുത്ത് പറയുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പേപ്പട്ടിനെ പോലെ ഒരാളെ പിന്തുടർന്ന് അയാളെ കടിച്ചു കീറാനൊന്നും ഞാൻ തയ്യാറല്ല, എനിക്കേട്ട താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതാണ്ട് വിട്ടു. ഇപ്പോൾ രേണുസുധിൻ്റെ കൂടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതന്ന് എന്തോ ഒരു സംഭവമായിരുന്നു, അത് നെഗറ്റീവായിട്ട് നമ്മൾ കണ്ടപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അതാണ്ട് വിട്ടു. അതിന് ഞാൻ വളരെയധികം ഖേദിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഒരാളോട് നമുക്ക് മാപ്പ് ചോദിക്കാൻ പോലും പടച്ചോൻ ടൈം തരില്ല. നമ്മളതായാലും നമ്മളെ മരണം കൂടെ നമ്മൾ തൊട്ടു പിന്നാലെ അടുത്താണ്, നമുക്കറിയില്ല എന്നുള്ളൂ. ഇരിപ്പിൽ നമ്മൾ മരിച്ചു പോവാം. നമുക്ക് ആ വ്യക്തിനോട് മാപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. അതുപോലുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും മനസ്സിൽ. ഇപ്പോൾ അറിയുന്ന ആൾക്കാരോടൊക്കെ നമ്മൾ തുറന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് പൊറുക്കട്ടെ. പിന്നെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരെ ഞാനിപ്പോൾ പറയില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ഞാൻ പറയും. പക്ഷേ ഒരാളെ ഇത്രയും കടിച്ചു കീറാനൊന്നും ഞാൻ പോവില്ല. ഒരു മനുഷ്യത്തില്ലാത്ത, നമ്മളെ മനസ്സിൽ മനുഷ്യത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യും, അതിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഒരു വ്യക്തി എന്നത് എന്താണെന്നുള്ളത് അയാളെ സ്വഭാവം അനുസരിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിലും ആ വണ്ടി ഓടിക്കുന്ന വ്യക്തിനെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വണ്ടി ശാന്തമായിട്ട് ഓടിക്കുന്നവന്, ക്ഷമയോടെ ഓടിക്കുന്നുണ്ടെങ്കിൽ അവൻ ക്ഷമയുള്ളവനാണ്. അവൻ്റെ സ്വഭാവം ആ വണ്ടിയിൽ കാണും. ആ ബസ്സായാലും ബൈക്കായാലും എന്തായാലും. അതല്ലാത്ത രീതിയിൽ കുത്തി ഇതായിട്ട് ക്ഷമയില്ലാതെ ഹൈ സ്പീഡിലും വളവ് തിരിവൊന്നും നോക്കാതെ ഓടിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ സ്വഭാവമേ അതായിരിക്കും. മറ്റുള്ളവരെ ജീവിതത്തിനിടയിൽ കയറിയിട്ട് ചെല്ലാനും അവരെ ശല്യപ്പെടുത്താനും അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഇടാത്തത്. എന്ന് വെച്ചിട്ട് ഞാൻ വരാതിരിക്കില്ല, വീഡിയോ ഒക്കെ ഞാൻ ചെയ്യും. പിന്നെ ഇപ്പോൾ രേണുസുധീൻ്റെ വിഷയം ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട്, എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് കീമോ റേഡിയേഷൻ ഈ 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ക്യാൻസർ 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നോട് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അവരെ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ട് പോലും അവർ ഇങ്ങനെ ചികിത്സിച്ചിട്ടില്ല എന്ന്. കാരണം ഒന്നാമത്തേത്, ക്യാൻസറിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പെയിനിൽ കൂടിയ പെയിനാണ്. 2, ഇത് ചെയ്യുന്നതിനുള്ള പെയിൻ വേറെ, അതിൻ്റെ അസ്വസ്ഥത, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ വേറെ കിടക്കുന്നത്. പ്ലസ് അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം ആ വ്യക്തി ടയർഡായി പെയിൻ അടിച്ചിട്ട് ആ വ്യക്തി മരണത്തിലേക്ക് എത്രയും പെട്ടെന്ന് അടുക്കും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കേട്ടോ. എൻ്റെ അറിവിലൂടെ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ, എൻ്റെ അനുഭവത്തിലൂടെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ 4th സ്റ്റേജിൽ ക്യാൻസർ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ചികിത്സിക്കാതിരിക്കുക. പകരം ആ വ്യക്തിക്ക് എത്രമാത്രം ഹാപ്പി കൊടുക്കാൻ പറ്റുമോ മനസ്സിന്, എത്ര മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമോ മനസ്സിന്, എത്ര നല്ല ഭക്ഷണങ്ങൾ അതിന് കൊടുക്കാൻ പറ്റുമോ, അതിന് അങ്ങനെ ഉള്ള രീതിയിൽ അവരെ ഹാപ്പിയാക്കാൻ പറ്റുന്ന രീതിയിൽ ഹാപ്പിയാക്കിയാൽ, ടെൻഷൻ ഫ്രീ ആക്കി കൊടുത്താൽ കുറച്ചും കൂടെ അവർക്ക് ബെറ്ററായിട്ട് ഉള്ള സമയം സന്തോഷത്തിൽ ജീവിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ആൾക്ക് ക്യാൻസർ ആണെന്ന് മരിക്കുന്നത് വരെ അറിയില്ലായിരുന്നു.
മരിക്കുന്നതിന് തൊട്ട് മുന്നായിട്ടാണ്, മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നായിട്ടാണ് ക്യാൻസർ എന്ന ഒരു അവസ്ഥ അറിയുന്നത് തന്നെ. അതുവരെ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, ആ രീതിക്ക് ആളെ കണ്ടിട്ടുമില്ല, ആ രീതിക്കിട്ട ഒരു ചികിത്സ നമ്മൾ ഇതാക്കിയിട്ടില്ല. അപ്പം ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ള റേഡിയേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും തളർന്ന ആൾ, നല്ല ഓടിച്ചാടി നടന്ന ആൾ പറ്റ തളർന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു. പിന്നെ കിടപ്പിലായി. പിന്നെ അവർ മൂക്കി കൂടിയും വായക്കൂടെയൊക്കെ പൈപ്പ് ഇടാന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ആ രോഗി ആ അവസ്ഥയിലേക്ക് തന്നെ പോകും. അപ്പോൾ അതിലും ബെറ്ററായി പിന്നീട് വന്നു. പിന്നെ ആൾ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. നമ്മളതിന് വാരി കൊടുക്കലായിരുന്നു. പിന്നെ ആളെ തന്നെ എണീച്ചിരുത്തിയിട്ട് 3-4 തലേണൊക്കെ വെച്ച് ചുമര് ചാരിയിട്ട് 2-3 ബെൽറ്റൊക്കെ ഇട്ട് സെൻറ്ററിലൊക്കെ ബെൽറ്റ് ഇട്ടിട്ട് അങ്ങനെ ആളെന്നെ കുറച്ച് വാരി തിന്നൽ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 4th സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ആ വ്യക്തിനെ കിടപ്പിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ചികിത്സയാണ് കീമോ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ക്യാൻസർ വരികയാണെങ്കിൽ ചികിത്സിച്ചാൽ കുഴപ്പമില്ല. അപ്പം ചിലപ്പം അത് പെട്ടെന്ന് മാറാനും സാധ്യത ഉണ്ട്. അല്ലാത്തതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമൊന്നുമല്ല, താല്പര്യമില്ലാത്ത വിഷയമാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് കുറച്ച് പോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് നേരത്തെ കുറച്ച് ഷോപ്പിലേക്ക് വന്നപ്പം ഇനി കട്ടിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്, പിന്നെ നമുക്ക് 2 സ്റ്റാഫുകളുണ്ട്, ട്രെയിനായിട്ട് നമ്മൾ സ്റ്റാഫുകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ വിഷയമൊക്കെ പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, മൂവാറ്റുപുഴ 4 അംഗം ഒരു ഫാമിലിയിലത്തെ അച്ഛന്, അമ്മ, 2 മക്കൾ ആത്മഹത്യ ചെയ്തു. കണ്ണ് കാണാത്ത ഭാര്യ, അതിനെ പോറ്റാൻ ആ മക്കളെയും ഭാര്യനെയും പോറ്റാൻ വഴിയില്ല. ആള് പിന്നെ അന്തം വിട്ടുപോയി. ആളെ മൈൻഡ് കട്ടായിപ്പോയി. കാരണം ആളെ ക്വാർട്ടേഴ്സിൽ നിന്ന്, വാടക വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ ഏത് ദുഷ്ടനാണോ, എത്ര ആയാലും അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള പ്രാപ്തിയുള്ളവനും പ്ലസ് അവർക്ക് സമ്പാദ്യമുള്ളവനും ആയതുകൊണ്ടാണല്ലോ വാടക വീട്. അല്ല ആ പൈസ എടുത്തിട്ട് ജീവിക്കാന്നുള്ള മാർഗ്ഗമുള്ള ആളല്ലല്ലോ വാടക വീട് കൊടുക്കുന്നത്, ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും അവനൊരു മുതലാളി ആണെന്നുള്ളത് മനസ്സിലായി. ഇവനൊക്കെ എങ്ങനെ അന്തി ഉറങ്ങും? ഇവനക്കൊക്കെ തിരിച്ചടിയാണ് ഇത് ശരിക്കുള്ളത്. അവർ ആ ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് അവർക്ക് വീടും ഇതൊക്കെ കാണിച്ചു കൊടുത്തിരുന്നല്ല, റെഡിയാക്കി വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപാട് വർഷത്തല ആയതിന് ശേഷം അഭിമാനത്തിന് വേദന ആയതിൻ്റെ ശേഷമായിരിക്കും, മുറിവേറ്റതിന് ശേഷമായിരിക്കും അതൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷേ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സിറ്റുവേഷൻ വന്നിട്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും മരണം ഒന്നിനും ഒരു എന്താ പറയുക, ഒരു അവസാനമല്ല, ഒരു വിജയമല്ല. ഒരിക്കലും ഒരു വിജയം കിട്ടില്ല. നമ്മൾ മരിച്ചാൽ ആർക്കും കിട്ടില്ല. അതിനൊരു എന്തെങ്കിലും ഒരു മാർഗം മറ്റുള്ളവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഉണ്ടാവില്ല. ഇന്ന് ലോകത്ത് നമ്മൾ ഗവൺമെൻറ്റിനെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദാരിദ്ര്യം നീക്കണം, അങ്ങോട്ട് നീക്കണം, ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കയറുന്നത് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ പോക്കറ്റ് ചീർപ്പിക്കുക, അവരുടെ ഫാമിലിനെ വലുതാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. കാരണം ഇന്ത്യയിൽ ആയിട്ട് ഏത് മന്ത്രിമാരെ മക്കൾ പഠിക്കുന്നുണ്ട്? പുറത്താണ് ജോലി ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്, വരുമാനം ഉണ്ടാക്കുന്നതാണ്, ബിസിനസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാക്കുക, പ്രത്യേകം നമ്മൾ പാട്ട് അലക്കിയിട്ട് നമ്മളെ സമയം വേസ്റ്റ് ആവുക, നമ്മളെ എനർജി വേസ്റ്റ് ആവുന്നല്ലേ, വേറെ ഒരു കാര്യം അതിൽ വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെന്ന് വെച്ചാൽ, എല്ലാവരും മാക്സിമം ഏറ്റവും നല്ലത് ഒരു കൈത്തൊഴിൽ പഠിക്കുക. എന്തുകൊണ്ട് പറ്റൂല? വസ്ത്രത്തിൻ്റെ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്ത്രീകളൊക്കെ കൈത്തൊഴിൽ പഠിപ്പിച്ചിരിക്കണം നമ്മളെ മക്കളൊക്കെ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നിങ്ങൾക്ക് ഏത് അറ്റത്ത് നിന്നിട്ട് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിന് തിന്നാനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏറിയാൽ സ്വല്പം ഓയിൽ കൊടുക്കാൻ ഒരുണ്ട നൂലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗമാണ്. അപ്പം അതിനൊന്നും ഒരുപാട് സാധനങ്ങൾ വേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല റേറ്റ് കൂടിയിട്ടുള്ള കാലമാണ്. വസ്ത്രം ഇടാതെ ആരും നടക്കില്ല. മഹാന്മാരായാലും മുതലാളിമാരായാലും തൊഴിലാളിമാരായാലും ഞാൻ ആരെണ്ണായാലും. അപ്പം അവർക്കൊക്കെ നമുക്ക് ഇന്നത്തെ മേഖല എന്ന് പറഞ്ഞാൽ കല്യാണം, അതുപോലെ ഡ്രസ് കോഡുകൾ, വേല, പിന്നെ പൂരം, പിന്നെ നേർച്ച, ഇതിനൊക്കെ ഡ്രസ് കോഡാണ് വരുന്നത്. യൂണിഫോമുകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പോവാം. നമ്മളെ കൊണ്ട് പറ്റാവുന്നത്, ഇനി ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത്, വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കുന്ന തൊഴിലാണ് ഇതൊക്കെ. ഞാൻ ഈ മേഖല പറഞ്ഞു, ബാക്കിയുള്ള മേഖലകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ നാട്ടിൽ തൊഴിലിന് ഒരു കുറവില്ല കേട്ടോ. തൂമ്പെടുത്ത് കിടക്കാനും താല്പര്യമുള്ളവനും ഒക്കെ അവനക്കൊക്കെ അധ്വാനിക്കാൻ പറ്റും. ഇപ്പോൾ 1000-1500 ഉറുപ്പികളൊക്കെ ശമ്പളം ദിവസക്കൂലി കിട്ടുന്നുണ്ട്. പെയിൻറ്ററായാലും മറ്റുള്ളവരായാലും. പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം വരുമ്പോൾ അതുണ്ടാവില്ല, കുറവായിരിക്കും. അല്ലാത്തത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എല്ലാ ജോലിയും ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദാരിദ്ര്യം നമ്മളിൽ നിന്ന് പോകും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ദാരിദ്ര്യം ഇല്ലാത്ത കേരളമാക്കി തരണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിൽ ദാരിദ്ര്യം തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു പരാജയം വരുമ്പോൾ നമ്മളതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം, വാശിയോടെ, വീണ്ടും വാശിയോടെ. ഇന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറക്കിയ ആൾക്ക് നാളെ ഞാനൊരു ക്വാർട്ടേഴ്സ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ള ഒരു ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കും എന്നുള്ളൊരു പ്രതിജ്ഞ തന്നെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ ഒരു മോട്ടിവേഷനായിട്ട് കാണണം, നമ്മൾ സങ്കടമായിട്ട് കാണരുത്. അത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തളർന്നു പോകുന്നത്. നമ്മളെ മനസ്സിനെ നമ്മൾ
തളർത്തുന്നത്. നമ്മളെ മനസ്സിനെ നമ്മൾ തളർത്തല്ല ചെയ്യുക. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് 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 സിറ്റുവേഷന് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരിൽ നിന്നല്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ പല വീഴ്ചകളും വീണ് കിടന്നിടത്തു നിന്ന് എന്നെ ചവിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ ഓരോ ദിവസം അങ്ങനെയൊക്കെ എനിക്കൊരു ഘട്ടം വരുമ്പം പിറ്റേന്നൊക്കെ വാശിയാണ് എനിക്ക് കൂടുക. അതിന് ഡബിൾ വാശിയായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ എനിക്ക് വന്നിട്ടുള്ളതും ഞാൻ ചെയ്തിട്ടുള്ളതും. ഊണും ഉറക്കം ഒഴിച്ചിട്ട് എല്ലാവരും പാതിരാക്ക് ഉറങ്ങുന്ന സമയത്തും ഞാൻ ഈ മെഷീനുമായിട്ട് ഇരുന്നിട്ടുണ്ട്. പെരുന്നാൾ എന്ന് പറഞ്ഞ സംഭവം പല കൊല്ലങ്ങളും ഞാൻ മറന്നു പോയിട്ടുണ്ട്. രാവിലെ നേരം വെളുത്താൽ നല്ലോണം കിടന്ന് ഉറങ്ങും. രാവിലെ ഒരു 8 മണി വരെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. രാത്രി ഫുള്ള് ആരും ചെയ്യാത്ത വർക്കുകളൊക്കെ എവിടത്തും കിട്ടാത്തൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കും. അത് നേരം വെളുക്കുന്ന വരെ വർക്ക് ഉണ്ടാവും. കാരണം കൈത്തുന്നു മുതൽ നമ്മൾ ചെയ്യണം. ഊക്ക് തുന്നൽ മുതൽ കട്ടിങ് മുതൽ അണി ചെയ്യൽ മുതൽ എല്ലാം ഒരാൾ മാത്രം ചെയ്യണം. വേറൊരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ക്യാഷ് കൊടുക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ആ പൈസയും കൂടെ എനിക്ക് കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരം വെളുത്താൽ ഒരു 8 മണിക്ക് അതാ കൊടുത്ത് നമ്മൾ കുളിച്ച് കണ്ട് കുട്ടികൾ എന്താ ഫുഡ് ഉണ്ടാക്കിയിട്ട് എനിക്കൊന്നും വേണ്ട ഒന്ന് ഉറങ്ങിയാൽ മതി. മാസങ്ങളോളം അല്ല ആഴ്ചകളോളം ഉറക്കം അവിടെ ബെസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അതന്നെ ഉറങ്ങി തീർക്കണം, എന്നാലേ എനിക്ക് പിന്നീട് എനർജി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വാശിയിൽ നിന്ന് വരുന്നതാണ്. നമുക്ക് ആ നല്ല വാശി, ചീത്ത വാശി എന്നല്ല, നല്ല വാശി. ഞാൻ പറഞ്ഞ് കാട് കയറിയില്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ വീഡിയോ ലെന്തായി പോകും. ഞാൻ ചെറുതായിട്ട് പറയാൻ തുടങ്ങിയതാണ്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൂടുതലായതാണ്. അപ്പോൾ സോറി, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ കാരണം. അപ്പോൾ മരണം ഒന്നിനും ഒരു ശാശ്വതമല്ല. എന്തായാലും ജീവിക്കണം. നമ്മളെ റൂഹ് തന്ന് പടച്ച റബ്ബിന് നമ്മൾ ശുക്ർ ചെയ്യുക. അവൻ വിളിക്കുന്നത് വരെ നമ്മൾ ജീവിക്കണം. അവൻ വിളിക്കുന്ന സമയത്ത് വരാൻ പറ്റില്ല, നമുക്ക് പറയാനും പറ്റില്ല. ആ സമയം വരെ നമുക്ക് എന്തെങ്കിലും ഇവിടെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളത് ചെയ്യുക. പ്ലസ് നമ്മളെ കൊണ്ട് പറ്റുന്ന മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പം അങ്ങോട്ട് ഇതാവുന്നേ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. പിന്നെ ആ ആൾക്ക് എന്ത് തോന്നിയെന്നറിയില്ല. ഇനി ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. പലരും ഇതുപോലെ വിഷമത്തിൽ നിൽക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ കുഞ്ഞനും കുട്ടീനായിട്ട് പോയത് പലതും നാട്ടിലെ അവസ്ഥ അറിഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ ലോകത്തിൽ ഒരു പെൺകുട്ടിക്കോ ഒരു പെണ്ണിനോ ഒരു പ്രായമുള്ള ഉമ്മമാർക്കോ വല്യമ്മമാർക്കോ പോലും ജീവിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ പിന്നെ ചെറിയ കുട്ടികളും കൂടി ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും കൂട്ടത്തിൽ എല്ലാവരും കൂട്ടി പോയിട്ടുണ്ടാവുക.